ഗായ്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലയൂര് പള്ളിയിലാണ്. വളരെ പ്രശസ്തമായ ഈ പള്ളി ഗുരുവായൂർ അമ്പലത്തിന് 4 കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം തോമാസ് ശ്ലീഹ നേരിട്ടിറങ്ങി വന്ന് ക്രിസ്ത്യാനികളെ സ്നാനം ചെയ്യിപ്പിച്ചു എന്നതാണ് ഈ പള്ളിയുടെ സവിശേഷത. ഇവിടെ നിന്നാണ് കുഞ്ഞെ നമ്മൾ ക്രിസ്ത്യാനികളായതെന്ന് പറഞ്ഞ് കുട്ടിക്കാലത്ത് എപ്പോഴോ അപ്പയും അമ്മയുമൊക്കെയായി വന്നതാണ് ഞാൻ ആദ്യമായി ഈ പാലയൂർ പള്ളിയിലേക്ക്. ജനിക്കുമ്പോൾ തൊട്ടേ ഈ മതങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന എൻ്റെ കുഞ്ഞു ബുദ്ധിയിലേക്ക് സംശയത്തിന്റെ ചെറിയൊരു വിത്ത് വിതച്ച തിരിച്ചറിവ് കൂടിയായിരുന്നു എനിക്കത്. പ്രധാന കവാടത്തിൽ നിന്ന് നേരെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ തോമാസ് ശ്ലീഹ സ്ഥാപിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന കുരിശാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈന്ദവ ആചാരപ്രകാരം തിരിയിട്ട് വിളക്ക് കൊളുത്തിയാണ് ഇവിടുത്തെ കുരിശ് ഇന്നും സൂക്ഷിക്കുന്നത്. കാരണം ഹിന്ദുമത വിശ്വാസികളിൽ നിന്നുമാണ് തോമാസ് ശ്ലീഹ ക്രിസ്തീയ വിശ്വാസികളെ ഉണ്ടാക്കിയെടുത്തതെന്നാണല്ലോ ചരിത്രം. അതുകൊണ്ട് തന്നെ പഴയ ഈ പള്ളി പണിതിരിക്കുന്നതും പണ്ടത്തെ അമ്പലങ്ങളുടെ വാസ്തുമാതൃകയിലാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്ന പുതിയ പള്ളിയും പണിതിരിക്കുന്നത്. പണ്ട് വളരെ ചെറുപ്പത്തിൽ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഈ പള്ളി അന്ന് ഈ കാണുന്ന രീതിയിലേക്ക് വികസിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടേക്ക് വീണ്ടും വന്നപ്പോൾ അമ്മ പറഞ്ഞു തന്ന കഥകളിലെ ചരിത്ര നിമിഷങ്ങൾ ഓരോന്നും അത്രയും ഭംഗിയിൽ തന്നെ പണിതു വച്ചിട്ടുണ്ട്. തീർത്ഥാടകരെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലാണ് പണികൾ ഓരോന്നും. പാലയൂർ പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഈ തളിയകുളം തന്നെയാണ്. ഇവിടെ സൂര്യനമസ്കാരം ചെയ്തുകൊണ്ടിരുന്ന 7 ബ്രാഹ്മണന്മാരെയാണ് തോമാസ് ശ്ലീഹ ക്രിസ്തുവിന്റെ വിശ്വാസികളാക്കി മാറ്റിയതെന്നാണ് വിശ്വാസം. ഇവിടെ സൂര്യനമസ്കാരം ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മണരോട് നിങ്ങൾ മുകളിലേക്ക് ഒഴിക്കുന്ന വെള്ളം എന്തേ താഴോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയല്ലേ സംഭവിക്കൂ എന്നവർ തിരിച്ചു ചോദിച്ചുവെന്നും ഞാൻ ഒഴിച്ചാൽ അത് മുകളിൽ തന്നെ തങ്ങി നിൽക്കുമെന്ന് തോമാസ് ശ്ലീഹ പറയുകയും അങ്ങനെ തന്നെ ചെയ്തു കാണിക്കുകയും ചെയ്തുവെന്നും എൻ്റെ സൃഷ്ടാവിനെ വിശ്വസിക്കൂ എന്നാവശ്യപ്പെട്ടതിന് പ്രകാരം അവർ ക്രിസ്തീയ മതം സ്വീകരിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. കേൾക്കുമ്പോൾ തോന്നുന്ന കൗതുകത്തിനുമപ്പുറം അപ്പം നമ്മളെല്ലാവരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിച്ച എന്നിലെ ആ ചെറിയ കുട്ടി എല്ലാവരുടെയും ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ലോകം എത്ര നന്നായിരുന്നേനെ അല്ലേ. ഇടതുവശത്തേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ഇരുവശത്തുമായി കുരിശിന്റെ വഴിയിലെ ഓരോന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. കഷ്ടത അനുഭവിച്ച് ക്രൂശിലേറിയ ക്രിസ്തുവിന്റെ അന്ത്യനിമിഷങ്ങൾ ചെത്തിമിനുക്കി ടൈല് പാകിയ വഴികളിലൂടെ നടന്നാണ് കാണുന്നതെങ്കിലും നമ്മുടെയൊക്കെ ഓർമ്മയിലെങ്കിലും ദൈവപുത്രൻ അനുഭവിച്ച സഹനങ്ങൾ ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇവിടെയുമുണ്ട് ഒരു പ്രതിമ. തോമാസ് ശ്ലീഹായുടെ അന്ത്യനാളുകളുടെ പുനരാവിഷ്കരണം തന്നെയാണ് ഇവിടെയുള്ള ഓരോ അടയാളങ്ങളും. ദാ ഈ കാണുന്ന ഗുഹയിൽ പണ്ട് വന്ന ഏതോ സമയത്ത് ഉള്ളിലേക്ക് കടത്തിവിട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അമ്മ പറഞ്ഞു തന്ന കഥകളിലെ ശ്ലീഹായെയും ഇവിടെ അന്ന് കണ്ടിരുന്നു. ശത്രുക്കളെ ഭയന്ന് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശ്ലീഹായുടെ രൂപം ഈ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഒരു വശത്തു നിന്ന് മറുവശത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ് നോക്കിയിരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപം. ഇവിടേക്ക് വീണ്ടും വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഓർമ്മ വന്നതും ഇത് തന്നെ. പക്ഷെ ഇപ്പോൾ 2 സൈഡും ലോക്ക്ഡ് ആയതുകൊണ്ട് ഒരിക്കൽ കൂടി അതൊന്നും കാണാൻ സാധിച്ചില്ല. ഗുഹയുടെ ഒത്തുനടുക്കായി പുറത്ത് രക്തസാക്ഷിത്വം വരിച്ച് മരണമടഞ്ഞ തോമാസ് ശ്ലീഹായുടെ ഖബറും പണിതു വച്ചിട്ടുണ്ട്. പള്ളിക്ക് പിൻവശത്തായി ഒരു മ്യൂസിയവും ഉണ്ട്. ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ പകർത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇവിടേക്ക് വരുന്ന ഓരോരുത്തരും മറക്കാതെ പോകേണ്ട ഒരു സ്ഥലം കൂടിയാണത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് ഒരു ബോട്ട് വള്ളത്തിലേക്കാണ്. AD 52 മാർ തോമാസ് ശ്ലീഹ കൊടുങ്ങല്ലൂർ മുസ്രീസിൽ നിന്ന് ജലമാർഗം ഇവിടെ വഞ്ചിയിറങ്ങി. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും ഈ കടവ് ഏറെ വിശ്വാസത്തോടെയാണ് സംരക്ഷിച്ചു പോകുന്നത്. തോമാസ് ശ്ലീഹായുടെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഈ പാലയൂർ പള്ളിയിലാണ്. ജൂലൈ 3 സെയിന്റ് തോമസ് രക്തസാക്ഷിത്വം വരിച്ച ദിവസമായ അന്നാണ് പാലയൂർ പള്ളി തിരുനാളിന്റെ കൊടിയേറ്റം. പിന്നെയുമുണ്ട് അനേകം തിരുനാളുകളും വിശേഷ ദിവസങ്ങളും. മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പൊതുവെ തിരക്ക് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നിശബ്ദതയും സമാധാനവും ഇവിടെയുള്ള അന്തരീക്ഷത്തിലുമുണ്ട്.
അമ്പലം പോലെ പണിത പള്ളിയാണെങ്കിലും ഹൈന്ദവരെ ക്രൈസ്തവരാക്കിയതാണെങ്കിലും പരസ്പരം സ്നേഹിക്കുക എന്നതാണല്ലോ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഏറെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴേക്കും ഞാൻ വീണ്ടും ആ ചെറിയ കുട്ടിയായി. നമ്മളെല്ലാവരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണെന്ന് വിശ്വസിക്കുന്ന ആ ചെറിയ കുട്ടി. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കൂടുതൽ കാഴ്ചകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു.